ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇതൊരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മക്രോണി പോള. അപ്പോൾ വീട്ടിൽ മക്രോണി അല്ലെങ്കിൽ ന്യൂഡിൽസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മക്രോണി പോള തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് മക്രോണിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. മക്രോണിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മക്രോണി വെന്ത് കിട്ടിയിട്ടുണ്ട്. മക്രോണി ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മുറിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ മതി, ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത്. ഇനി ഇതിൽ വെള്ളം മാറ്റിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് തന്നെ സവാളയും നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഈ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ആ ഒരു ചിക്കനിലേക്കൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു കൂട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോണി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ബാലൻസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സാക്കി എടുത്ത സമയത്ത് മുട്ടയുടെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒരു മുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കൂട്ടൊക്കെ കൂടുതലുണ്ടെങ്കിൽ എക്സ്ട്രാ മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ മുട്ട കൂടി പോവുകയും ചെയ്യരുത്, ഈ ഒരു കറക്റ്റിലാണ് വേണ്ടത്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി അല്ലെങ്കിൽ ഒരു കുക്കറോ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലോ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇനി മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ മുകളിലൊന്ന് വിതറി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ വേവിച്ചെടുക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു അടപ്പോ ഉണ്ടെങ്കിൽ അത് താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കില്ല. അപ്പം അങ്ങനെ വെച്ച് കൊടുത്താലും മതിയാവും. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 25-20 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് മുട്ടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. ഇനി ഇത് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതിയാവും. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് ഇങ്ങനെ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി പോള റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.